ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തായിരുന്നു പെൺകുട്ടികളോട് നമ്മുടെയൊക്കെ ബില്ലുകൾ നമ്മൾ തന്നെ പേയ്മെന്റ് ചെയ്യുക, ആണുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കുക. കാരണം നമുക്ക് വേണ്ടി പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അത് അവർ വേറെ പല കാര്യത്തിലുള്ള കൺസെന്റ് ആക്കി എടുക്കും എന്നുള്ളത്. ഇത് ഞാൻ എല്ലാവരും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, പക്ഷേ ഞാനത് ഡിറൈവ് ചെയ്യാം. കാരണം ഒന്ന് രണ്ട് പേര് എനിക്ക് മെസ്സേജ് ഇട്ടു, ഇത് എന്താണ് സംഭവം എന്ന് ചോദിച്ചിട്ട്. വേറൊന്നുമല്ല, ഒരു പ്രമുഖ ഷോയിൽ ഒരു പയ്യൻ പോയിരുന്നിട്ട് പറയാണ് അവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. സോറി, ഗേൾ ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല, അവരൊരു പെങ്കൊച്ചിനെ ഡേറ്റ് ചെയ്തു. ആൻഡ് ആ സമയത്ത് പുള്ളിക്കാരിക്ക് 370 രൂപയുടെ ഒരു ബിരിയാണി വാങ്ങി കൊടുത്തു. ആൻഡ് അത് കഴിഞ്ഞ ശേഷം അവനോട് പറയാണ് അവളെ തിരിച്ച് വീട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ ആ പൈസ എങ്ങനെയാണ് തിരിച്ചെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നൈറ്റ് അവളോട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ആ ഒരു 370 രൂപ ലാഭമായി എന്നാണ് അവൻ അതിനെ കാണുന്നത്. സാഡസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് അവൻ ആ ഷോയിൽ അത് പറയുമ്പോൾ ആൾക്കാർ അത് ചിരിച്ച് തമാശിച്ചങ്ങ് കളയാണ്. ഇറ്റ്സ് എ ജോക്ക്. സോ ഒരു പെൺകുട്ടിയുടെ കൺസെന്റ് ആണ് 370 രൂപ എന്ന് പറയുമ്പോൾ ഇത്രയ്ക്ക് എന്ത് തമാശയാണ് അതിലിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വാട്ട് എവർ ഇറ്റ് ബി, അത് ഷോ ആയിക്കോട്ടെ, അവനതൊരു ജോക്കായ രീതിയിൽ പറഞ്ഞാൽ പോലും അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു മനുഷ്യൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ശരിക്കും സാഡസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് അതെങ്ങനെ ഒരു ജോക്കായി മാറും? ഒരു പെൺകുട്ടിയുടെ കൺസെന്റ്, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി ഒരു 370 രൂപ സ്പെൻഡ് ചെയ്തതിന് അവൻ അത് തിരിച്ചവൻ വാങ്ങുന്നതിന്റെ പൊരുളെന്ന് പറയുന്നത് ഇറ്റ്സ് എ കൺസെപ്റ്റ് ടു യൂസ് എ ബോഡി. ഇന്നത്തെ കാലത്ത് ഇത്രയൊക്കെ ഉള്ളൂ.